ആഭ്യന്തര കലാപങ്ങളിലും സായുധ പോരാട്ടങ്ങളിലും വിറങ്ങലിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് കാലങ്ങളായി കുടപിടിക്കുന്ന പാക് ഭരണകൂടത്തിന് ഇപ്പോൾ സ്വന്തം മണ്ണിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ പോലും നേരിടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബലൂചിസ്ഥാനും അതോടൊപ്പം തന്നെ ഖൈബർ പക്ത്വ, പാക് അധീന കാശ്മീർ, അഫ്ഗാനിസ്ഥാൻ അതിർത്തി എന്നിങ്ങനെ 4 വ്യത്യസ്ത അതിർത്തികളിലായി രാജ്യം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോ ഒരു പിടിയും കിട്ടുന്നില്ല എന്നതാണ്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംവിധാനങ്ങൾക്ക് ഈ വെല്ലുവിളികളെ ചെറുക്കാൻ കഴിയുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പുറത്തെ ബലൂചിസ്ഥാൻ വളരെ ശക്തമായി തന്നെ പാകിസ്ഥാനെ അടിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ സായുധരായ ബലൂച്ച് വിമതർ പാകിസ്ഥാന് നേരെ കനത്ത ആക്രമണമാണ് ഓരോ ദിവസവും അഴിച്ചുവിടുന്നത്. അവരുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യം നിഷ്പ്രഭമായി പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ കൂടുതൽ മേഖലകളിലേക്ക് തങ്ങളുടെ പോരാട്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ വിമതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് ഖൈബർ പക്ത്വയിൽ തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് വലിയ തലവേദനയാണ് ഓരോ ദിവസവും സൃഷ്ടിക്കുന്നത്. പാക് സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ച TTP ബലൂചിസ്ഥാനിലെ പക്തൂൺ മേഖലയിലേക്കും തങ്ങളുടെ സ്വാധീനം അതിവേഗം വർദ്ധിപ്പിക്കുകയാണ്. ഇതിനു പുറമെയാണ് അഫ്ഗാൻ അതിർത്തി പാകിസ്ഥാൻ ഫലത്തിൽ പ്രഖ്യാപിക്കാത്ത യുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അതേസമയം പാക് അധിനിവേശ കാശ്മീരിൽ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനും അതോടൊപ്പം തന്നെ അടിസ്ഥാന അവകാശങ്ങൾക്കും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്താൻ സൈന്യം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗമായ ഈ പ്രദേശം അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പാകിസ്ഥാൻ പ്രതിഷേധങ്ങളെ നേരിടാൻ 8000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. വ്യാപകമായ അറസ്റ്റുകൾ, കൊലപാതകങ്ങൾ, ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കൽ തുടങ്ങിയ കടുത്ത നടപടികളിലൂടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന പാകിസ്ഥാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ സൈന്യത്തിനും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമൊക്കെ പാക് അധീന കാശ്മീരിൽ നിന്നടക്കം പാകിസ്ഥാന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെയൊക്കെ പാകിസ്ഥാൻ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിലും 4 ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ പാകിസ്ഥാൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കാണുന്നത്. പാകിസ്ഥാനേക്കാളും ശക്തമാണ് ബലൂച്ചികൾ. കാരണം ബലൂചിസ്ഥാന് ആയുധങ്ങൾ മാത്രമല്ല, ബലൂച്ചികൾക്ക് ഒരു ബുദ്ധിയും കൂടെയുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഇല്ലാത്തൊരു കാര്യം, തലച്ചോറ്, ബുദ്ധി ബലൂച്ചികൾക്ക് നല്ലപോലെ ഉണ്ട്. പാകിസ്ഥാനെ എവിടെ ഇട്ടടിക്കണം, ഏത് രീതിയിൽ അടിക്കണം, എങ്ങനെ അടിക്കണം, എപ്പോൾ അടിക്കണം എന്ന് കൃത്യമായി ബലൂച്ചികൾ കൃത്യമായി ഒരു മാപ്പ് സഹിതം തയ്യാറാക്കിയതിനു ശേഷമാണ് അവർ പാകിസ്ഥാനിലേക്ക് അടി നടത്തുന്നത്. കാരണം ഇത് ഒരാക്രമണമോടെ നടത്തുമ്പോൾ ബലൂച്ചികളും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ആക്രമണമായിട്ട് വരുന്നത് പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ ആക്രമണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താവൂ എന്നതുകൊണ്ട് തന്നെയാണ് ബലൂച്ചികൾ ഒളിച്ചും പാത്തു നിന്നും ഒരു അടി തന്നെ അവിടെ അടിക്കുന്നത്. അങ്ങനെ ഈ ബലൂച്ചികളുടെ ഓരോ നീക്കങ്ങളും എങ്ങനെയാണെന്ന് പോലും പാകിസ്ഥാനോ അല്ലെങ്കിൽ അവിടുത്തെ ISIക്കോ ഒന്നും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏത് സമയം എവിടെ നിന്ന് വേണമെങ്കിലും അടി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകാം എന്നുള്ള ഒരു ഭയത്തിലാണ് പാകിസ്ഥാൻ. ഇനിയിപ്പോൾ അസീം മുനീർ റോഡിലോട്ട് ഇറങ്ങി സഞ്ചരിക്കുന്ന സമയത്തുമാണെങ്കിൽ അസീം മുനീറിന്റെ വാഹനം മാത്രമായിട്ട് ഇവർക്ക് റോക്കറ്റ് ലോഞ്ചർ വെച്ച് തകർക്കാനും ബലൂച്ചികൾക്ക് കഴിയുമെന്നത് അസീം മുനീറിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസീം മുനീറിന് സുരക്ഷ ഒരുക്കുന്ന സൈനികർ ഉണ്ടെങ്കിലും അവർക്കൊന്നും ബലൂച്ചികളുടെ അടുത്തേക്ക് പോലും എത്താൻ പറ്റില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.